നമസ്കാരമുണ്ട് പ്രിയരെ. ഇന്ന് ഞാൻ പറയുന്ന കഥയിലേക്ക് എൻ്റെ നല്ലവരായ എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് പ്രിയേഷ്. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. 26 വയസ്സുണ്ട് എനിക്ക്. ഇതുവരെ വിവാഹമൊന്നും ആയിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത്. ജോലിയാണെങ്കിൽ കൊല്ലത്തും. വില്ലേജ് ഓഫീസിൽ ക്ലർക്കായി ജോലി ചെയ്യുന്നു ഞാൻ. എന്നും തമ്പാനൂരിൽ നിന്നും ബസ്സിനായിരുന്നു പോയി വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ബുധനാഴ്ച ഞാൻ സ്ഥിരം പോകാറുള്ള ബസ്സിൽ കയറി സീറ്റിലിരുന്നു. രണ്ടുപേർ ഇരിക്കുന്ന സീറ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ. മിക്ക സീറ്റിലും ആൾക്കാർ സീറ്റ് ഉറപ്പിച്ചു. 8 മണിയായപ്പോൾ ബസ് മുന്നോട്ടെടുത്തു. ബസ് കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ഒരു സ്റ്റോപ്പിൽ നിന്നും 5-6 പേർ ബസ്സിൽ കയറി. ഞാൻ മൊബൈൽ ഓണാക്കി ഹെഡ്ഫോൺ ചെവിയിൽ വെച്ച് ഓരോന്ന് കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴാണ് ആ സ്റ്റോപ്പിൽ നിന്ന് കയറിയവരിൽ ഒരു 19 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ ഞാനിരിക്കുന്ന സീറ്റിൽ വന്ന് നിലയുറപ്പിച്ചത്. ആദ്യ കാഴ്ചയിൽ തന്നെ അവർ ഒരു ഉഗ്രം പീസാണെന്ന് എനിക്ക് മനസ്സിലായി. നല്ല ഐശ്വര്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു ചേച്ചി. ഒരു നീല കളറിലുള്ള സാരിയായിരുന്നു ആ ചേച്ചിയുടെ വേഷം. ചേച്ചിയുടെ ആ ശരീരത്തിന്റെ അങ്കലാവണ്യം എന്നെ ഏറെ ആകർഷിച്ചു. ഞാൻ ചേച്ചിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ചേച്ചിയിൽ നിന്ന് ഉയർന്നു വന്ന എന്തോ വില കൂടിയ സ്പ്രേയുടെ മണം എന്റെ മൂക്ക് തുളച്ചു കയറി. ആ മണം എനിക്ക് വളരെ ഇഷ്ടമായി. ചേച്ചിയുടെ ആ വിരിഞ്ഞരക്കെട്ട് സീറ്റിൽ ഉൾക്കൊള്ളാനാകാതെ എന്റെ ഇടുപ്പിലും ചേർന്നൊട്ടിക്കൊണ്ട് സീറ്റ് പങ്കിട്ടു. കണ്ടിട്ട് ചേച്ചി അത്ര ജാടക്കാരിയാണെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ രണ്ടുപേർക്കുമിടയിൽ ഒരു സംഭാഷണം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ എന്റെ മനസ്സ് വെമ്പി. ഒടുവിൽ ഞാൻ ചേച്ചി ദേഹത്തടിച്ചിരിക്കുന്ന സ്പ്രേയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തീരുമാനിച്ചു. ചേച്ചി, ഞാൻ വിളിച്ചു. ചേച്ചി എന്നെ ഒന്ന് നോക്കി. നല്ല മണമുള്ള സ്പ്രേ ആണ് കേട്ടോ. പ്രത്യേകിച്ച് പറയാൻ കാരണം ഞാൻ എല്ലാ ദിവസവും ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ്. എനിക്ക് മിക്കവാറും അടുത്തിരിക്കുന്നവരുടെ സ്പ്രേയുടെ മണം ഇഷ്ടപ്പെടാറില്ല. ചിലതിന്റെ മണം വല്ലാത്ത തലവേദന ഉണ്ടാക്കാറുണ്ട്. എന്തായാലും ഇതതുപോലെയല്ല കേട്ടോ. എന്തോ ഒരു പ്രത്യേക മണം. ഞാൻ ചേച്ചിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ചേച്ചി ഒരു ആകർഷകമായ ചിരിയോടെ എന്നെ ഒന്ന് നോക്കി തല കുലുക്കി. ചേച്ചി ചിരിക്കുമ്പോൾ ആ കവിളിൽ വിരിഞ്ഞ നുണക്കുഴികൾ അവരെ വീണ്ടും സുന്ദരിയാക്കി. ജോലിയാണോ അതോ പഠിക്കുകയാണോ? ചേച്ചി എന്നോട് ചോദിച്ചു. വളരെ സൗമ്യമായുള്ള ചേച്ചിയുടെ ആ സംസാര ശൈലി എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ജോലിയാണ്, കൊല്ലത്താണ് ജോലി. ഒരു വില്ലേജ് ഓഫീസിൽ ക്ലർക്കാണ് ഞാൻ. ഞാനത് പറഞ്ഞപ്പോൾ ചേച്ചിയുടെ മുഖം ഒന്നുകൂടി വിടരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. കണ്ടാൽ പറയില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് വല്ല കോളേജിലെങ്ങാണ്ട് പഠിക്കുവാണെന്ന്. ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ സംഭാഷണം വലിയ ബോറടിയൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ചേച്ചിക്ക് മൊബൈലിൽ ഒരു കോള് വന്നു. സീറ്റ് കിട്ടിയതിനെ പറ്റിയും ഇറങ്ങേണ്ട സ്ഥലത്തെ പറ്റിയുമുള്ള ഏകദേശം കാര്യങ്ങളൊക്കെയാണ് മറുതലയ്ക്കുള്ള ആൾ പറഞ്ഞു കൊടുക്കുന്നത്. കുറച്ചു നേരത്തെ സംഭാഷണത്തിനൊടുവിൽ അവർ ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും ബസ് ആറ്റിങ്ങലിനോടടുത്തിരുന്നു. ചേച്ചിക്ക് എറണാകുളത്തേക്കാണ് പോകേണ്ടിയിരുന്നത്. അനിയത്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അങ്ങോട്ടേക്കാണ് ചേച്ചി പോകുന്നത്. ഹോസ്പിറ്റലിന്റെ വഴിയാണ് ഫോണിൽ കൂടി പറഞ്ഞു കൊടുത്തത്. ഇതിനിടയിൽ ബസ്സിൽ ആൾക്കാർ കുറഞ്ഞു. ബസ്സിനകം പൊതുവെ ശാന്തമായി. ഞാൻ പുറത്തേക്ക് നോക്കി അലക്ഷ്യമായി ഇരുന്നു. ഒപ്പം എന്നോട് മുട്ടിയിരുമിയിരിക്കുന്ന അപരിചിതയായ ആ സ്ത്രീയുടെ സ്പർശന സുഖവും ഞാൻ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. പെട്ടെന്ന് ചേച്ചി എന്നോട് ചോദിച്ചു, മോനെ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ചേച്ചിക്ക് ഒരു സഹായം ചെയ്യാമോ? ചേച്ചിയുടെ ആ ചോദ്യത്തിൽ എന്റെ പുറത്തെ കാഴ്ചകളിൽ നിന്നും ഞാൻ എന്റെ കണ്ണുകളെ പിൻവലിച്ചു. എന്താ ചേച്ചി, എന്താ പറ, എന്തു പറ്റി? ഞാൻ ചോദിച്ചു. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ആ സൈഡ് സീറ്റിലൊന്നിരുന്നോട്ടെ. ഓ, അതിനെന്താ? ഞങ്ങൾ പരസ്പരം സീറ്റുകൾ മാറിയിരുന്നു. സത്യത്തിൽ ചേച്ചി ചോദിച്ചത് എനിക്ക് വേറെ ഗുണമാണ് ഉണ്ടായത്. ചേച്ചി ഇപ്പുറത്തേക്ക് മാറിയിരുന്നപ്പോൾ ചേച്ചിയുടെ ആ എന്തിനും പോന്ന പിന്നഴക് സ്പർശിച്ചുകൊണ്ടാണ് സൈഡ് സീറ്റിലേക്ക് ചേച്ചി ഇരുന്നത്. ആ അവസരം ഞാൻ നല്ല രീതിയിൽ മുതലെടുത്തു. സീറ്റ് മാറിക്കൊടുത്തതിന് ചേച്ചി എന്നോട് നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞ കൂട്ടത്തിൽ മുഖത്ത് വല്ലാത്ത ഒരു ചിരിയും ഉണ്ടായിരുന്നു. ചേച്ചിക്ക് സംഗതി മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ ഓർത്തു. ഞാനും ചേച്ചിയെ നോക്കി ഒന്ന് ചിരിച്ചു. അനിയത്തിക്ക് എന്തു പറ്റി? ഞാൻ ചോദിച്ചു. അവൾ ഇന്നലെ ബാത്റൂമിൽ വെച്ച് കാല് സ്ലിപ്പായി ഒന്ന് വീണു. കാലിന് ഒടിവുണ്ട്. 2 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന് പറഞ്ഞു. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ വീണ്ടും ചോദിച്ചു. എന്റെ ഹസ്ബൻഡ് 4-5 വർഷം മുമ്പ് മരിച്ചുപോയി. ഒരു അറ്റാക്കായിരുന്നു. പുള്ളി റിട്ടയർഡ് പട്ടാളക്കാരനായിരുന്നു. പിന്നെ ഒരു മകൻ. അവന്റെ വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ വീട്ടിൽ അവനും മരുമകളും ഉണ്ട്. അപ്പോഴാണ് അനിയത്തി ഈ വിവരം വിളിച്ചു പറയുന്നത്. അവളുടെ ഭർത്താവ് ഗൾഫിലാണ്.
ഹോസ്പിറ്റലിൽ നിൽക്കാൻ ആരുമില്ല. എന്നാൽ പിന്നെ ഞാനും ഫ്രീ അല്ലേ വീട്ടിൽ. അങ്ങനെ പോകുന്നതാ. ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ചേച്ചി എല്ലാ കാര്യങ്ങളും എന്നോട് വളരെ വിശദമായി തന്നെ പറഞ്ഞു. ഞങ്ങളുടെ സംഭാഷണങ്ങൾ ഓരോ കാര്യങ്ങളെ ചുറ്റിപ്പറ്റി അങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരുന്നു. അപ്പോഴും ചേച്ചി എന്റെ സാന്നിധ്യവും മുട്ടിയൊരുമയുള്ള ആ സ്പർശനവും നന്നായി ആസ്വദിക്കുന്നതായി എനിക്ക് മനസ്സിലായി. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ കൂടുതൽ ഓരോന്ന് സംസാരിച്ചുകൊണ്ടേയിരുന്നു. എനിക്കാണെങ്കിൽ സീറ്റിലിരുന്ന് ഏതാണ്ടൊക്കെ തോന്നി തുടങ്ങി. പെട്ടെന്നൊരു കടന്നുകയറ്റം ചേച്ചിയിലേക്ക് എനിക്ക് പറ്റില്ല. എന്തായാലും സാവകാശം എല്ലാം നേടിയെടുക്കണം എന്ന് ഞാൻ ചിന്തിച്ചു. പയ്യെ തിന്നാൽ പനയും തിന്നാമെന്നാണല്ലോ പ്രമാണം. അതിലെത്രത്തോളം വിജയം കണ്ടെത്തുമെന്ന് യാതൊരു ഉറപ്പും എനിക്കില്ല. ചേച്ചിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ചേച്ചി എന്തിനോ വേണ്ടി ദാഹിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായി. ശ്രമിച്ചു നോക്കാം. സംസാരത്തിനിടയിൽ ഞാൻ ചേച്ചിയുടെ സൗന്ദര്യത്തെ അവർ അറിയാതെ തന്നെ ആസ്വദിക്കുകയായിരുന്നു. ഇത്രയും പ്രായമുണ്ടെങ്കിലും ആ തുടുത്ത കവിൾത്തടങ്ങളും വിരിഞ്ഞ നെറ്റിയും ചിരിക്കുമ്പോഴുള്ള ആ നുണക്കുഴികളും മേൽചുണ്ടിലെ ആ നനുത്ത രോമരാജികളും മാംസളമായ ശരീരവും, സത്യം പറഞ്ഞാൽ ചേച്ചി സൈഡ് സീറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് നോക്കി ഇതെല്ലാം ആസ്വദിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. റോഡിന്റെ പണി നടക്കുന്നതിനാൽ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുമ്പോൾ ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ നല്ല രീതിയിൽ ടച്ച് ആകുന്നുമുണ്ട്. ഇതെല്ലാം കൂടി ആയപ്പോൾ ഞാൻ ഏതോ സ്വപ്നലോകത്തായി എന്ന് തന്നെ പറയാം. വീണ്ടും അവർ എന്നോട് ഓരോ കുശലവർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ചേച്ചിയുടെ ആ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നി കാര്യങ്ങൾ ഏറെക്കുറെ ഉദ്ദേശിച്ച രീതിയിൽ നടക്കുമെന്ന് എന്റെ മനസ്സും പറഞ്ഞു. പക്ഷേ എങ്ങനെ? ഞാൻ കൊല്ലത്ത് ചെന്നിറങ്ങും, ചേച്ചി അവരുടെ വഴിക്കും പോവും. പിന്നെ എന്ന് കാണാനാണ്? അതിനെന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തണം. പിന്നെ ഞാൻ അതിനെക്കുറിച്ചായി എന്റെ ചിന്ത. പെട്ടെന്നാണ് ചേച്ചി ഓരോന്ന് പറയുന്ന കൂട്ടത്തിൽ എന്നോട് ചോദിച്ചത്, പ്രിയേഷ് എന്താ ജോലിയൊക്കെ ആയിട്ട് ഇതുവരെ വിവാഹം കഴിക്കാഞ്ഞത്? ഓ, അത് ചേച്ചി ആലോചനയൊക്കെ ഉണ്ട്. പക്ഷെ മിക്കതും നാളി ചേരില്ല. പിന്നെ നാളി ചേരുന്നത് വേറെ എന്തെങ്കിലും കാരണം കാണും. സമയമായി കാണത്തില്ല, അതുകൊണ്ടാകാം, ഞാൻ പറഞ്ഞു. ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പ്രായത്തിലാ വിവാഹം കഴിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ രക്തം തിളച്ചുമറിയുന്ന സമയമാ. ഞാൻ അതിശയത്തോടെ ചേച്ചിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ചേച്ചി ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി. ആ പറഞ്ഞതിൽ എന്തോ ദ്വയാർത്ഥമുണ്ടല്ലോ, ഞാൻ ചിന്തിച്ചു. എന്റെ ഹൃദയം പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി. ഇന്ന് ലീവ് എടുത്തുകൊണ്ട് ചേച്ചിയുടെ കൂടെ നേരെ എറണാകുളത്തിന് പോയാലോ? അതേയുള്ളൂ മാർഗം. രണ്ടും കൽപ്പിച്ച് ഞാൻ സുഹൃത്തിന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. ഞാൻ ഇന്ന് ലീവാണ്, ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്. അതും പറഞ്ഞ് ഞാൻ സുഹൃത്തിന് മെസ്സേജ് അയച്ചു. ഇനി ചേച്ചിയോട് എങ്ങനെ പറയും? എന്തും വരട്ടെ, ഞാൻ ചേച്ചിയോട് കാര്യം തുറന്നങ്ങ് പറഞ്ഞു. പറഞ്ഞു തീർന്നതും ചേച്ചിയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവർ എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ ചിരിയിലെല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് എറണാകുളത്ത് ചെന്ന് ഒരു മുറിയെടുത്ത് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാൻ ചേച്ചി, ഞാൻ പറഞ്ഞു. മനസ്സിലായി മനസ്സിലായി, കൊച്ചു കള്ളൻ. കീഴ്ചുണ്ട് കടിച്ച് ചിരിച്ചുകൊണ്ട് അവർ അത് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഒരു ഓണം ബമ്പർ അടിച്ച പ്രതീതി.